ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഗാർഡനിങ് ആണ്. അപ്പം ഗാർഡനിങ്ങിൽ 2 ചെടി റീപ്ലാന്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. ഹാങ്ങിങ് പ്ലാന്റ്. അപ്പോൾ എൻ്റെ കയ്യിലത് കുറേ ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ ചട്ടിയൊക്കെ മേടിച്ചതിൻ്റെ വീഡിയോ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് എടുത്ത് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമം. അപ്പോൾ ആദ്യം ഒരു 4 ചട്ടിയിൽ ചെടി വയ്ക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. നല്ല ഹാങ്ങിങ് പ്ലാന്റാണ്. ഇച്ചിരി കിട്ടിയാൽ മതി, ഇഷ്ടംപോലെ നമുക്ക് ചെടിയാക്കിയെടുക്കാം. ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ തൈ 90 റുപ്പീസിനെങ്ങാണ്ട് മേടിച്ചതായിരുന്നു. ഓൺലൈനിലാണ് മേടിച്ച്. അതിപ്പോൾ എനിക്ക് കുറേ ഉണ്ട്. അപ്പം ഞാൻ കുഞ്ഞു പാത്രത്തിലൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. അല്ലാതെ അത് ഒത്തിരി നീണ്ടങ്ങ് താഴെ വന്നപ്പം ഇത് ഇച്ചിരി കട്ട് ചെയ്ത് വേറെ റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരേ മോഡലിൽ 2 ചട്ടിയിൽ ഒരേ ചെടി പിടിപ്പിച്ചാൽ കാണാൻ ഇച്ചിരി കൂടെ ഭംഗിയല്ലേ. അപ്പം അങ്ങനെ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയായി ചെടി നടുന്നെന്നുള്ളതും ചെടി നമ്മൾ തൈ പിടിപ്പിച്ചത് എങ്ങനെ റീപ്പോർട്ട് ചെയ്യുന്നെന്നുള്ളതും അതിനെന്തൊക്കെയാണ് ഞാൻ എടുക്കുന്നതെന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇതുപോലെ ഒത്തിരി നീണ്ട് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് താഴെയും കുറേ ചെടിയുണ്ട്. അപ്പോൾ അത് നീണ്ട് അങ്ങറ്റമായപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വേറെ വയ്ക്കുന്നതാണ്. അപ്പം ഞാൻ ഓർത്ത് അത് ഇന്ന് വീഡിയോ ആയിട്ട് ഇടാവുന്ന. അത് നമ്മൾ കൈകൊണ്ട് തന്നെ ഒടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെ സിസേഴ്സ് വെച്ച് ഒടിച്ചെടുത്താൽ ഇച്ചിരി കൂടെ വൃത്തിയാണ്. ഞാൻ ഒരു കൈ ഫോണും ഒരു കൈ സിസേഴ്സും വെച്ച് വെട്ടിയാൽ എൻ്റെ ചെടി പകുതി അടിയിരിക്കുന്ന ചെടി പോകും. അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ ഒടിച്ചങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് കറയുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇഷ്ടമില്ലാത്തവർ ഗ്ലൗസ് ഇട്ടോ അല്ലെങ്കിൽ സിസേഴ്സ് വെച്ചോ എടുത്താൽ മതി. എനിക്കതൊന്നും വിഷയമൊന്നുമില്ല. ഇവിടെ വന്ന് കണ്ട ഒത്തിരി പേര് എന്നോട് പറഞ്ഞു ഈ ചെടി അങ്ങനെ പിടിക്കത്തില്ലെന്ന്. ഒന്നാമത്തെ കാര്യം, ഇതിനധികം വെള്ളം വേണ്ട, ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, എന്നാൽ വെയിൽ വേണതാണ്, എന്നാൽ നേരിട്ട് വെയിൽ കൊള്ളാൻ പറ്റത്തില്ല. വെള്ളം നനവ് വേണം, പക്ഷേ അധികമാകരുത്. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇച്ചിരി ഉണ്ടെങ്കിൽ ഒത്തിരി ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ 3 വീഡിയോ, ദിവസം 2 ഷോർട്സ്, ഇങ്ങനെയെല്ലാം വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണാനും, കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പം നമ്മൾ ഒടിച്ചെടുത്ത് വെച്ച പ്ലാന്റെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ എടുത്തിരിക്കുന്ന മണ്ണ്, നമ്മളെ ഗാർഡൻ സോയിൽ അല്ലാതെ റിവർ സോയിൽ, പിന്നെ കമ്പോസ്റ്റ്, കൊക്കോപീറ്റ്, പെർലൈറ്റ്, പിന്നെ കരിയില ഇച്ചിരി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ആദ്യം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് വേപ്പൻ പിണ്ണാക്കും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. പക്ഷേ സാഫ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ചേർത്തില്ല. ഉണ്ടെങ്കിൽ നല്ലതാണ്. കൂടുതൽ കൊക്കോപീറ്റും റിവർ സാൻഡും ചേർത്താൽ അത്രയും വെയിറ്റ് കുറയും. എന്ന് വെച്ചാൽ ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയതുകൊണ്ട് ഒത്തിരി മണ്ണ് നിറച്ചാൽ ഭയങ്കര വെയിറ്റായി പോകും. ഞാൻ മേടിച്ച ഈ ചട്ടിക്ക് കിളുത്തയില്ലായിരുന്നു. അപ്പോൾ കമ്പി ചൂടാക്കി നമ്മൾ കിളുത്തയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അടിയിൽ കരിയില കുറേ ഇങ്ങനെ പൊടിച്ചിടണം. എന്ന് വെച്ചാൽ അതേ വെള്ളം പോകാത്ത രീതി, മണ്ണൽ താന്നു പോകാത്ത രീതി, വെള്ളം മൂടിപ്പോകുന്ന രീതിക്ക് ഇട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ ചെറിയ കല്ലിട്ടാൽ വെയിറ്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഒരു 1/4 ഭാഗം കരിയില ഇട്ട് കൊടുത്താലേ നമുക്ക് അത്രയും മണ്ണ് കുറച്ചിട്ടാൽ മതിയല്ലോ. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് കുറച്ചെടുത്തിട്ടിട്ട് ഞാൻ ആദ്യം നടാൻ പോകുന്നത്, നമ്മൾ നേരത്തെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് വെക്കുന്നതാണ്. ചെറിയ കുഞ്ഞു പോട്ടിലൊക്കെ കിളിപ്പിച്ച് വെക്കും. എന്ന് വെച്ചാൽ ആരെങ്കിലും വരുമ്പോൾ ഇതിൻ്റെ ഒരു തൈ തരാമെന്ന് ചോദിച്ചാൽ അതേന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇരിക്കുന്ന കുറേ പാത്രത്തിലിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണം കുറയ്ക്കാനും കൂടെ ഉദ്ദേശിച്ചാണ് അത് ഓരോ 3-4 എണ്ണം ഒന്നിച്ച് ഒരു ചട്ടിക്കകത്താക്കാനാണ്. ഞാനിങ്ങനെ ഒരു ചെടി കിട്ടിക്കഴിഞ്ഞാൽ അത് ഇച്ചിരി ഗ്രോത്ത് ആയി കഴിയുമ്പോൾ അത് അടുത്തടുത്ത് പിടിപ്പിക്കാൻ നോക്കും. എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് നമ്മുടെ ചെടി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതെന്ന്. അപ്പോൾ അടുത്ത ഒരിടത്ത് അത് കിളിപ്പിക്കുവാണെങ്കിൽ ഒന്ന് പോയാലും അടുത്തത് അതിനെ കാണും. അതുകൊണ്ട് എപ്പോഴും 2-3 എണ്ണം ആക്കി വെക്കുന്നതാണ്. അങ്ങനെ ഈ കുഞ്ഞു പോട്ടൊക്കെ കാണുമ്പോൾ അതിനകത്ത് ഓരോരോ കമ്പ് ഒടിച്ചൊടിച്ച് വെക്കുന്നതാണ്. അങ്ങനെ കിളുത്തതാണ്. അപ്പോൾ ഇത് ഒത്തിരി ആയിപ്പോയി. അപ്പോൾ 3 എണ്ണം ഒന്നിച്ച് ഒരു ചട്ടിക്കകത്താക്കി. എന്നിട്ട് ഞാൻ ആ ഡിസ്പോസബിൾ പാത്രം കളയത്തില്ല കേട്ടോ, അതേ അടുത്ത് ചെടി വയ്ക്കും. ഈ ചട്ടിയുടെ കൂടെ കിട്ടിയ ചെയിനാണ്. അത് ഇടാൻ ഇച്ചിരി പ്രയാസമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചെയിൻ മേടിച്ചത്.
പക്ഷെ അത് കയറ്റിയിടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് നമുക്കിപ്പോൾ അടുത്ത ചെടി വയ്ക്കാം. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റാണ്. ഇച്ചിരി വെച്ചാൽ മതി. ഡിസീഡിയ എന്ന് പറയുന്നതിൻ്റെ വേര് കേട്ടിട്ടാണ്. നല്ല ഭംഗിയുവാ കാണാൻ. പ്ലാസ്റ്റിക് ഇല പോലെയായിരിക്കുന്നത്. ഇച്ചിരി വെച്ചാൽ മതി, അങ്ങ് നിറഞ്ഞ് വരും. ഒത്തിരി നീളത്തിലും വരും. അത് കാണുമ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ പോട്ടിനകത്ത് എനിക്കുണ്ട് ഇപ്പം. ഇത് കൊട്ടാരക്കരയിൽ വെച്ച് ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. ഒരു ചെറിയ തൈ മേടിച്ചതാണ്, 100 രൂപയ്ക്കെങ്ങാണ്ട്, കുഞ്ഞ് തൈ. പക്ഷെ അത് ഇത്രയും നല്ല ഭംഗിയായിട്ട് ഇപ്പം 5-6 വർഷമായെന്ന് തോന്നുന്നു, കുറേ എൻ്റെ കയ്യിലുണ്ട്. ഇതും കുഞ്ഞ് ചട്ടിയെ കുറേ പിടിപ്പിച്ചതുകൊണ്ട്, പക്ഷേ അതിൽ നിന്ന് പറിച്ചെടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് ഒത്തിരി നീളത്തിൽ തൂങ്ങിക്കിടന്നതൊക്കെ ഞാൻ മുറിച്ചെടുത്തതേ ഉള്ളൂ. ഇങ്ങനെ ഓരോരോ കമ്പ് ജസ്റ്റ് നമ്മൾ കുത്തി കൊടുത്താൽ മതി. ഒത്തിരി പ്രയാസമൊന്നുമില്ല, എളുപ്പമാണ് ഇത് പിടിച്ച് കിട്ടാൻ. ഞാൻ വേറെ 2 വെച്ചിരിക്കുന്നത് അത് ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ തൂങ്ങി വരുന്നത് കൊണ്ട്, അപ്പം ഞാൻ ഓർത്ത് 4 സൈഡും ഒരേപോലെ ചുറ്റിലും നിറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. നോക്കാം അതും എങ്ങനെ വരുന്ന. നേരത്തെ അങ്ങനെ വെച്ചതാണ്, എന്നാൽ അതുപോലെ കിളുത്തില്ല. അപ്പം ഞാൻ ഒന്നുകൂടെ സെപ്പറേറ്റായിട്ട് നീക്കി വെക്കുന്നത് കൊണ്ടാണ്. ചുറ്റിലും വെച്ചാൽ എല്ലാ സൈഡും ഒരുപോലെ തൂങ്ങിക്കിടക്കുമ്പോൾ കാണാൻ ഭംഗിയാണ്. ഇത് പിടിച്ച് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേറ്റും ഇടുന്നതായിരിക്കും. നമ്മളിങ്ങനെ പുതിയ ചട്ടിയൊക്കെ മേടിച്ചിട്ട് ചെടി വെക്കാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമില്ലേ? അങ്ങനെ ഒരു വിഷമം എനിക്ക് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അതേതായാലും ഇന്ന് സാധിച്ചു കിട്ടി. പണ്ടൊക്കെ കല്യാണത്തിന് മുമ്പ് എന്നെ പുതിയ ഡ്രസ്സ് മേടിച്ചാലും ആദ്യം അത് വീട്ടിൽ വന്ന ഉടനെ സാരിയാണേലും ചുരിദാറാണേലും അന്നേരമേ ഇട്ട് നോക്കി ഓക്കെ ആണോ എന്ന് എല്ലാവരും പറയണം. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക്. എൻ്റെ അമ്മയ്ക്ക് സാരി എടുത്താലും ചേച്ചിക്ക് എടുത്താലും എൻ്റെ ആങ്ങള ഒരു ഷർട്ട് മേടിച്ചാലും ഞാൻ ഇട്ട് നോക്കിയിട്ടേ കൊടുക്കത്തുള്ളായിരുന്നു. അവരും അത് താല്പര്യമാണ്. ആദ്യം മേടിച്ചുകൊണ്ട് വന്നോടനെ നീ ഒന്ന് ഇട്ട് നോക്കിക്കെന്ന് പറഞ്ഞിട്ട് അവർ അടുത്ത് കൊടുക്കത്തുള്ളൂ. അതൊക്കെ ഇപ്പം ആ ഇഷ്ടമൊക്കെ മാറിയെങ്കിലും ഇപ്പം ചെടി വന്നാലോ ചെടിച്ചട്ടിയോ ചെടിയുടെ എന്തെങ്കിലും സാധനം മേടിച്ചാൽ അത് ഉപയോഗിക്കാതെ ഒരു മനസ്സിന് സമാധാനം കിട്ടത്തില്ല. നമ്മുടെ ഓരോരോ സാഹചര്യം അനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അങ്ങനത്തെ ഒരു ഇഷ്ടമാണ് ഇപ്പം ചെടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഭയങ്കര താല്പര്യം. ഇങ്ങനത്തെ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഇങ്ങനത്തെ ഒരു പ്രത്യേക രീതിയൊക്കെ എനിക്ക് ഡ്രസ്സ് മേടിച്ചാൽ ഉടനെ വന്ന് ഇട്ട് നോക്കി അത് ഓക്കെ ആണോ, അങ്ങനെ നിർബന്ധമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ. കല്യാണത്തിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയായിരുന്നു, അങ്ങനെ ഒത്തിരി വ്യത്യാസം വരത്തില്ലേ? നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ ഈ മില്യൻസ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന ഈ ചെടിയുടെ പേരാണ്. ഇതും ഇങ്ങനെ ഓരോരോ കമ്പ് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഈ ഇത്രയും നീളത്തിലുള്ള കമ്പ് വേണമെന്നില്ല. ഇത് ചെറുതായിട്ട് ഇത് തന്നെ ഒരു 4-5 പീസായിട്ട് മുറിച്ചിട്ടാണേലും വെച്ച് കൊടുത്താൽ നല്ലതാണ്. ഞാൻ പക്ഷേ ഇതിങ്ങനെ തൂങ്ങി പെട്ടെന്ന് നിറഞ്ഞ് കവിഞ്ഞ് വരണമെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നിറച്ച് വയ്ക്കുന്നതാണ്. പിന്നെ നമ്മളൊരു സാധനം പുതിയതായിട്ട് ഉപയോഗിക്കുമ്പോഴല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനത്തെ ചെയിനുള്ളത് മേടിച്ചാൽ അത് ഇടാൻ ഭയങ്കര പ്രയാസമായതുകൊണ്ട് ആദ്യം 2 ഞാൻ ചെടി വെച്ചിട്ട് ചെയിൻ ഇടാൻ നോക്കിയപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടി. അതുകൊണ്ട് ഇപ്പം ചെയിനിട്ട് എല്ലാം നോക്കിയിട്ട് അപ്പോൾ തൂക്കിയിട്ട് ഈ ചെടിയെ ബാധിക്കാത്ത രീതിയിൽ ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ചട്ടിയെ പൊക്കുമ്പം ചെടിയെല്ലാം പറിഞ്ഞ് താഴെ കിടക്കാതിരിക്കാൻ വേണ്ടി. പുതിയ രീതിയിലുള്ള പോട്ട് മേടിക്കുമ്പോഴും പുതിയ സാധനങ്ങൾ പ്രോട്ടീൻ മിക്സോ അല്ലാതെ എന്തെങ്കിലും ഇങ്ങനത്തെ ചെടിയുടെ കാര്യങ്ങൾ മേടിക്കുമ്പോഴും ആദ്യം ഒന്ന് സാമ്പിൾ നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ചെടിയും കൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ചെടി വെക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു ചെടി നഷ്ടപ്പെടുമ്പോൾ അത് ഭയങ്കര വിഷമമില്ലേ? അതുകൊണ്ട് അങ്ങനെ ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. എന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അബദ്ധമൊക്കെ പറ്റും അല്ലേ? അപ്പോൾ ഒരേപോലത്തെ 2 ചെടി അടുപ്പിച്ച് വെച്ചാൽ ആക്ച്വലി ഞാൻ 4 നിരത്തി വെക്കണമെന്നാണ് വിചാരിച്ച്. ഇപ്പം പക്ഷെ 2 ചെടി മാത്രമായിട്ട് വെക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ അത്രയേ ഉള്ളതേ ഇപ്പം ചെയ്യാൻ സമയമുള്ളൂ. ഇനി 2 പോട്ട് കൂടെ ഉണ്ട്. അതിൽ വേറെ ഒരു ചെടി വെച്ച് പിടിപ്പിക്കാം. അത് അടുത്തൊരു ദിവസം വീഡിയോ ഇടാം.
ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ട് അതിൽ വേറെ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ളത് പിന്നെ നമുക്ക് നോക്കാം അല്ലേ. ഇതിങ്ങനെ ഓരോന്നായിട്ട് കുത്തി കൊടുക്കണമെന്നില്ല, ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇച്ചിരി മണ്ണിട്ടാലും മതി. പക്ഷേ അത് അത്രയും നല്ലതായിട്ട് ഗ്രോത്ത് ആകുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ അങ്ങനെ വെച്ചിട്ട് അത് അത്രയും പിടിച്ചില്ല. പക്ഷേ ഇങ്ങനെ കുത്തി വെച്ചപ്പം നല്ല ഭംഗിയായിട്ട് വന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കുത്തി കൊടുക്കുന്നത്. നമ്മളല്ലാതെ മണി പ്ലാന്റൊക്കെ ഇങ്ങനെ ചുറ്റി വട്ടത്തിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ മണ്ണിട്ട് കൊടുത്താലും നല്ല പോലെ കിടക്കും. പക്ഷേ ഇങ്ങനെ വെക്കുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലാന്റ് എല്ലാം വെച്ച് കൊടുത്തു. ഞാൻ നേരത്തെ നനച്ച മണ്ണിലെല്ലാം വെക്കുന്നത്. ഒരുമാതിരി നനവുള്ള മണ്ണാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചെടി വെച്ച് കഴിഞ്ഞ് എല്ലാം വെച്ച് കഴിയുമ്പം സൈഡിൽ കൂടെ ഇച്ചിരി വെള്ളം അല്ലെങ്കിൽ സ്പ്രേ അടിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കപ്പ ഒഴിക്കുന്നത് കൊണ്ട് സൈഡിൽ കൂടെ ഇച്ചിരി വെള്ളം നനച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അധികം വെള്ളം ആകരുതില്ല, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ കുറേ ദിവസമായിട്ട് വെച്ചിരുന്ന ജോലി തീർത്തപ്പം ഭയങ്കര സന്തോഷം. കുറേ ദിവസത്തെ ആഗ്രഹവും കൂടെയാണല്ലോ, അപ്പോൾ അത് ചെയ്തതിൻ്റെ ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, മറ്റേ പോട്ട് ഞാൻ കളയത്തില്ല, അതിനകത്ത് വേറെ പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് പിടിച്ച് കഴിയുമ്പോൾ എനിക്ക് വേറെ ചട്ടിയിലാക്കണം. അപ്പോൾ ഇപ്പോൾ വെച്ച ചെടി തൂക്കിയിടുമ്പം ഇതൊരു ഡിസ്റ്റർബൻസാണ്. അപ്പോൾ അവിടെ കുറച്ച് കട്ട് ചെയ്തെടുത്ത് അത് വേറെ പോട്ടിൽ വെച്ചു. അപ്പോൾ മൊത്തത്തിൽ ഈ ചെടി കാണാൻ നല്ല ഭംഗിയുണ്ടോ? ഇത് ഇച്ചിരി കൂടെ നിറഞ്ഞ് വരുമ്പം നല്ല ഭംഗിയായിരിക്കും. കറുത്ത കളർ പോട്ടും അതിൻ്റെ കൂടെ ഈ കളർ മിക്സിങ്ങുള്ള ലീഫും കൂടെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ. Thank you for watching.